everybody, welcome to CS Classroom. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഈസ് സ്പാർസ് മെട്രിക്സ്. സ്പാർസ് മെട്രിക്സിന്റെ ട്യൂപ്പിൾ റിപ്രസെന്റേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. So first of all, we need to understand what sparse matrix is. Okay, so the first topic would be sparse matrix. Okay, we have a matrix with many zeros. നമുക്കറിയാം ഒരു മെട്രിക്സ് ഉണ്ട്. സോ ആ മെട്രിക്സിൽ ഒരുപാട് സീറോസ് ഉള്ള മെട്രിക്സ് നമ്മൾ സ്പാർസ് മെട്രിക്സ് എന്ന് പറയും. So we want to store only non-zero elements to save space. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു നിർത്തിയ പോലെ പോളിനോമിയലിൽ സപ്പോസ് എക്സ് റേസ് ടു 100 കഴിഞ്ഞിട്ട് എക്സ് റേസ് ടു 1 ആണ് വരുന്നതെങ്കിൽ നമ്മുടെ പഴയ റിപ്രസെൻറ്റേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ 99 മുതൽ 2 വരെയുള്ള എല്ലാ സ്പേസസും എന്തായിരിക്കും? വേസ്റ്റ് ആയിരിക്കും, റൈറ്റ്? സോ ഈ സിറ്റുവേഷൻ നമ്മൾ എന്ത് സ്റ്റോർ ചെയ്താൽ മതി? നോൺ സീറോ, നമുക്ക് ആവശ്യമുള്ള നോൺ സീറോ എലിമെൻറ്റ്സ്, സീറോ അല്ലാത്ത എലിമെൻറ്റ്സിന് മാത്രം നമ്മൾ സേവ് ചെയ്യണം. അപ്പം അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ സ്പാർസ് മെട്രിക്സ് നോക്കുന്നത്. അതിനെങ്ങനെ നമുക്ക് ട്യൂപ്പിൾ വെച്ച് റീപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, ട്യൂപ്പിൾ എന്താണ്, ഇതെല്ലാം നമ്മൾ നോക്കാം. ഓക്കെ, സപ്പോസ് വി ഹാവ് ആൻ എക്സാമ്പിൾ ലൈക്ക് ദിസ്. സോ ഇതിൽ നമുക്ക് നോക്കാൻ പറ്റും മാക്സിമം എലിമെൻറ്റ്സ് എന്താണ്? സീറോസ് ആണ്. അപ്പോൾ ഇവിടെ വേസ്റ്റേജ് ഓഫ് സ്പേസ് ആണ് ഉള്ളത്. നമുക്ക് ആവശ്യമുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ നോൺ സീറോ 5, 5 and 9 ഇത് നമുക്ക് ആവശ്യമുള്ള വാല്യൂസ്, റൈറ്റ്? സോ ബേസിക് ആയിട്ട് നമുക്ക് നോക്കാം. റോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഹോറിസോണ്ടൽ വാല്യൂ, ഹോറിസോണ്ടൽ പൊസിഷൻസ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും. അതുപോലെ കോളംസ് എന്ന് പറയുമ്പോഴത്തേക്കും വെർട്ടിക്കൽ പൊസിഷൻസ്, റൈറ്റ്? സോ റോസ് 0, 1, 2, കോളംസും 0, 1, 2 പൊസിഷൻസിലാണ്. ഓൾറൈറ്റ്, മൂവിങ് ഫർദർ, ഇനി ട്യൂപ്പിൾ റിപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈച്ച് നോൺ സീറോ എലിമെൻറ്റിന് നമ്മൾ ട്യൂപ്പിൾ ആയിട്ട് റിപ്രസെൻറ്റ് ചെയ്യും. ഹൗ? ഗോൾ നമ്മുടെ എന്താണ്? ടു സ്റ്റോർ നോൺ സീറോ എലിമെൻറ്റ്സ്. ഹൗ ആർ യു ഗോയിങ് ടു ഡിസ്ക്രൈബ് നോൺ സീറോ എലിമെൻറ്റ്സ് ആസ് എ ട്യൂപ്പിൾ? ഇതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുമ്പോൾ റോ, കോളം, വാല്യൂ. ബേസിക്കലി എന്താ മീൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നോൺ സീറോ എലിമെൻറ്റിൻ്റെ റോ ഏത് റോയിലാണ്, ആൻഡ് വിച്ച് കോളം, ആൻഡ് അതിൻ്റെ വാല്യൂ എന്താണ്. ഇത്രയും 3 ഇൻഫോർമേഷനാണ് നമ്മൾ ഹോറിസോണ്ടൽ എഴുതുന്നത്. നമ്മൾ ഇതിനെ പറയുന്നത് ട്യൂപ്പിൾ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ആക്ച്വലി ട്യൂപ്പിൾ. ഓക്കെ, ഇതൊരു ട്യൂപ്പിൾ ആണ്. ഓക്കെ, സോ നമ്മുടെ എക്സാമ്പിളിൽ വീണ്ടും തിരിച്ചു വരാം. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് എത്ര 5 എന്ന് പറയുന്ന ഒരു നോൺ സീറോ എലിമെൻ്റ് ആണ്. അതുപോലെ 9 എന്ന് പറയുന്ന ഒരു നോൺ സീറോ എലിമെൻ്റ് ആണ്. അഗൈൻ 5 ഈസ് ഓൾസോ എ നോൺ സീറോ എലിമെൻറ്റ്. സോ ഈ 5 നമുക്ക് എങ്ങനെയാണ് ട്യൂപ്പിൾ വെച്ചിട്ട് നമ്മുടെ ഈ ജനറൽ ഫോം വെച്ച് നമുക്ക് എങ്ങനെ റീപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? എന്താണ് റോ? വിച്ച് റോ? 0th റോയിലാണ് അത് ഉള്ളത്. ആൻഡ് വിച്ച് കോളം? 2nd കോളത്തിലാണത് ഉള്ളത്. അതിൻ്റെ വാല്യൂ എന്താണ്? 5 ആണ്. സോ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് 0, 2, 5. സോ ദിസ് ഈസ് ട്യൂപ്പിൾ, റൈറ്റ്? സോ ഇതിനെ നമ്മൾ നോൺ സീറോ എലിമെൻറ്റ്സ് നമുക്ക് ട്യൂപ്പിൾ റിപ്രസെൻറ്റേഷൻ വെച്ച് ഫോം ചെയ്യാൻ പറ്റും. ഏത് റോയിലാണ്, ഏത് കോളത്തിലാണ് ആ നോൺ സീറോയിൻ്റെ വാല്യൂ എന്താണ്. സിമിലർലി ഫോർ 5 also 2, 2, 5 because it is in the 2nd row, 2nd column and the value is 5. Similarly 9 നമ്മൾ എങ്ങനെ റിപ്രസെൻറ്റ് ചെയ്യും? 2nd row, 1st column, then the value is 9. So this is called as tuple representation. Okay, now നമുക്ക് അതിൻ്റെ സിയിൽ നമുക്ക് അതിനെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ നേരത്തെ കണ്ട പോലെ അത് കോഡ്, റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ അതിൻ്റെ സിമുലേഷൻ നോക്കും. സപ്പോസ് നമ്മൾ അതിനെ ഷോ ചെയ്യാൻ വേണ്ടി യു ആർ യൂസിങ് സ്ട്രക്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് എലിമെൻ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ യൂസ് ചെയ്യുവാണ്. യു ക്യാൻ സി ആ എലിമെൻറ്റിൽ എന്തുണ്ട്? 3 ഡേറ്റ ടൈപ്പ് ഒന്നേ ഉള്ളൂ, 3 വേരിയബിൾസ് ഉണ്ട്. എല്ലാത്തിൻ്റെയും ടൈപ്പ് എന്താണ്? ഇൻറ്റീജർ ആണ്. യു ക്യാൻ സി ഇൻറ്റീജർ ആണ് എല്ലാത്തിൻ്റെയും ടൈപ്പ്. സോ റോ, കോളം ആൻഡ് വാല്യൂ. ആദ്യത്തെ എലിമെന്റ് ഈസ് സി, ദി ഹോൾ തിങ് എന്താണ്? സ്ട്രക്ചർ എലിമെന്റ് ആണ്. ഓൾറൈറ്റ്, അപ്പോൾ അതിൽ 3 ഡിവിഷൻസ് ഉണ്ട്. ആദ്യത്തെ ഡിവിഷൻ എന്താണ്? റോ എന്നതിൻ്റെ പേര്, അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണ്? ഇൻറ്റ് ആണ്. അതുപോലെ അടുത്തത് എന്താണ്? ഇൻറ്റ്, അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻറ്റ് ആണ്, പേരെന്താണ്? കോൾ, റൈറ്റ്? ആൻഡ് മൂന്നാമത്തെ എന്താണ്? അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻറ്റ് ആണ്, അതിൻ്റെ പേരെന്താണ്? വാല്യൂ. ബേസിക്കലി റോ, കോളം, വാല്യൂ, ട്യൂപ്പിൾ റിപ്രസെൻറ്റേഷന് വേണ്ടി, റൈറ്റ്? സോ ഇതൊരു ടിപ്പിക്കൽ സ്ട്രക്ചർ ആണ്. ഇതിൻ്റെ സ്ട്രക്ചറിൻ്റെ പേരെന്താണ്? എലിമെൻറ്റ്. ഓക്കെ, അതുപോലെ മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ഗിവിങ് 2 വേരിയബിൾസ്, നമ്പർ 1 റോസ്, നമ്പർ 2 കോളംസ്. അതിൽ നമ്മൾ എന്ത് ചെയ്തു? 3 വാല്യൂ ഫിക്സ് ചെയ്തു, റൈറ്റ്? സോ ബേസിക്കലി 3x3 മെട്രിക്സ് ആണ് നമ്മൾ ഇവിടെ മെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ യു ക്യാൻ സി നമ്മൾ മാനുവലി
ഇവിടെ മാട്രിക്സ് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ യൂസർ ഇൻപുട്ട് ചെയ്തിട്ട് മാട്രിക്സിന് കൊടുക്കാം. ദാറ്റ് ഈസ് അവർ വിഷ്. ആൻഡ് വി ആർ ടേക്കിംഗ് റോ മേജർ ആയിട്ട് നമ്മൾ ഇവിടെ വാല്യൂ എടുക്കുന്നത് ഒരു 2 dimensional array ആണ്. റോ മേജർ നമുക്ക് കോളം മേജർ ആയിട്ട് എടുക്കാം, റോ മേജർ ആയിട്ട് എടുക്കാം. ഇവിടെ നമ്മൾ റോ മേജർ ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, സോ സി മെട്രിക്സിന്റെ ഫോം ഇങ്ങനെ ആയിരിക്കും, റൈറ്റ്? സോ യു ക്യാൻ സി ഈ പൊസിഷൻ എന്താണ്, യു ക്യാൻ സി 0,0 കാരണം 0th row, ദിസ് ഇസ് 0th row, ഫസ്റ്റ് റോ, സെക്കൻഡ് റോ. അപ്പോൾ ഈ ഒരു കോളം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 0th row, ദ 0th column, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം. അപ്പോൾ നമുക്ക് വാല്യൂസ്, നമ്മുടെ ഈ വാല്യൂസ് ഒന്നെങ്കിൽ നമുക്ക് റോ വൈസ് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് കോളം വൈസ് എഴുതാം, ഇങ്ങനെ എഴുതാം. ഓക്കെ, നമ്മൾ പക്ഷെ റോ വൈസ് എഴുതുന്നത്, റൈറ്റ്? അതുകൊണ്ട് നമ്മൾ ഇതിനെ റോ മേജർ എന്ന് പറയും. ഓക്കെ, സോ അതുപോലെ ദിസ് പൊസിഷൻ എന്തായിരിക്കും, 0th column, 0th row, ഫസ്റ്റ് കോളം. ഇതെന്തായിരിക്കും, 0th row, സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ, 0th column, ഫസ്റ്റ് റോ, ഫസ്റ്റ് കോളം, ആൻഡ് സോ ഓൺ. ലാസ്റ്റ് എന്തായിരിക്കും, സെക്കൻഡ് റോ, സെക്കൻഡ് കോളം. ഓക്കെ, സോ നമ്മുടെ വാല്യൂ എന്താണ്, നമ്മൾ മാനുവലി നമ്മൾ കൊടുത്താണ്, നമ്മൾ ഒരിക്കലും യൂസർ ഇൻപുട്ട് ചെയ്യിപ്പിച്ചിട്ടില്ല. യൂസർ ഇൻപുട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മാനുവലി തന്നെ കൊടുത്തു. ഓക്കെ, സോ സി യു ക്യാൻ സി ദ 005, നമ്മൾ ആദ്യം കൊടുക്കുന്ന 005 എങ്ങനെയാ, ഈ ഫസ്റ്റ് റോയിൽ പോയി ഒക്കുപ്പൈ ചെയ്യും. ആൻഡ് സെക്കൻഡ് 009 എവിടെ പോയി ഒക്കുപ്പൈ ചെയ്യുന്നത്, ഇങ്ങനെ പോയി, 000 എവിടെ പോയി ഒക്കുപ്പൈ ചെയ്യുന്നത്, സെക്കൻഡ് റോയിൽ. തേർഡ് എവിടെ പോയി ഒക്കുപ്പൈ ആവും, ഈ തരത്തിൽ ഒക്കുപ്പൈ ആവും. നൗ യു സി ഇത് ഒരു മാട്രിക്സ് ആണ്, റൈറ്റ്? നമ്മൾ പക്ഷേ അറേ ആണ്. സി യു ക്യാൻ സി ഇൻ മെട്രിക്സ് ഇത് 2 dimensional 2D അറേ നമ്മൾ പറയും, റൈറ്റ്? പക്ഷെ എന്നാൽ പോലും ഇത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ആവുന്നത് എന്തായിരിക്കും, ഒരു കോണ്ടിഗ്യുവസ് മെമ്മറി ലൊക്കേഷൻ ആയിട്ടായിരിക്കും സ്റ്റോർ ആവുന്നത്. യു ക്യാൻ സി ലൈക്ക് ദിസ് ആണ് സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് നമ്മൾ വിഷ്വലൈസേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നത്. ആക്ച്വലി കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് സ്റ്റോർ ആവുന്നത്, ഒരു അറേ ആയിട്ട് തന്നെയാണ് സ്റ്റോർ ആവുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് ഈ വാല്യൂസ് ഇവിടെ സ്റ്റോർ ആവുന്നത്, യു ക്യാൻ സി ഈ 005 ഇത്തരത്തിൽ ഇങ്ങനെ ആയിരിക്കും സ്റ്റോർ ആവുന്നത്. അടുത്ത 000 യു ക്യാൻ സി ഇതൊരു ലീനിയർ രീതിയിലാണ് സ്റ്റോർ ആവുന്നത്, റൈറ്റ്? സോ നമ്മൾ റീപ്രസെൻറ്റേഷന് വേണ്ടി നമ്മൾ എന്താണ് ഇങ്ങനെ ഒരു റീപ്രസെൻറ്റേഷൻ നമ്മൾ യൂസ് ചെയ്യും. പക്ഷെ ആക്ച്വലി സ്റ്റോർ ആവുന്നത് ഇങ്ങനെയാണ്, റൈറ്റ്? ഓക്കെ, സോ മൂവിങ് ഓൺ. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ കോഡിലോട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ എന്ത് ചെയ്യുവാണ്, യു ക്യാൻ സി ഇതൊരു എലിമെന്റ് ആയിരുന്നു, നമ്മൾ എന്ത് ചെയ്തുമായിരുന്നു, ഒരു സ്ട്രക്ട് എലിമെന്റ്, ഒരു ട്യൂപ്പിളിന് വേണ്ടി നമ്മൾ ഒരു സ്ട്രക്ചർ ഫോം ചെയ്തായിരുന്നു. പക്ഷെ നമുക്ക് എന്താണ്, ഒരു ട്യൂപ്പിളാണോ വേണ്ടതല്ല. നമുക്ക് നമ്മുടെ എക്സാമ്പിളിൽ 2 ട്യൂപ്പിളേ ഉള്ളൂ, പക്ഷേ ചിലപ്പോൾ ഒന്നിൽ 2, 3, 4 ഒക്കെ ഉണ്ടാവും, റൈറ്റ്? അപ്പം നമുക്ക് എന്ത് വേണം, ഈ എലിമെന്റിന് എന്ത് വേണം, ഒരു അറേ വേണം. സോ വാട്ട് വി നീഡ് ആൻ അറേ ഓഫ് സ്ട്രക്ചർ ആണ് നമുക്ക് വേണ്ടത്, റൈറ്റ്? സോ ഇതെന്താണ്, ഇത് 1 ട്യൂപ്പിൾ ആണ്, റൈറ്റ്? അതുപോലെ നമുക്ക് എത്ര ട്യൂപ്പിൾസ് വേണ്ടി വരും, നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് നമുക്ക് ഓരോ ആൾക്കാർക്കും ഓരോ റിക്വയർമെന്റ്സ് ആയിരിക്കും. നമ്മുടെ എക്സാമ്പിൾ നമ്മൾ 2 non-zero ടേംസ് ആണ് എടുക്കുന്നത്, അതുകൊണ്ട് നമുക്ക് 2 ട്യൂപ്പിൾ മതി. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ഒരു 10 എണ്ണത്തിന്റെ സ്പേസ് അലോക്കേറ്റ് ചെയ്തു, ജസ്റ്റ് ഫോർ നമ്മൾ എന്താണ് ഒരു ഉറപ്പിന് വേണ്ടി നമ്മൾ എന്താണ് 10 സ്പേസ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത്, റൈറ്റ്? സോ സ്ട്രക്ട് എലിമെന്റ് സ്പാർസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്പാർസ് എന്ന് പറയുന്നത് എന്താണ്, ആ അറേയുടെ പേരാണ്, റൈറ്റ്? ആ അറേ ഏത് ടൈപ്പാണ്, സ്ട്രക്ട് എലിമെന്റ് ടൈപ്പ് ആണ്. ഓക്കെ, സോ യു ക്യാൻ സി അറേ. അപ്പൊ എന്തായിരിക്കും, നൗ യു ഡോണ്ട് തിങ്ക് ദാറ്റ് ദിസ് ഈസ് ഇത് 0th പൊസിഷൻ, ഇത് ഫസ്റ്റ്, അങ്ങനെയല്ല, റൈറ്റ്? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സ്ട്രക്ചറിന്റെ അറേ ആണ്. സോ ഈ 3 കാര്യങ്ങൾ ചേർന്നിട്ട് എന്താണ്, ഒരു പൊസിഷനാണ് ആവുന്നത്, ഓൾ റൈറ്റ്? അതുപോലെ തന്നെ അടുത്ത 3 പൊസിഷനും കൂടെ ചേർന്ന് ഒരു പൊസിഷൻ ആവും, റൈറ്റ്? സോ ഓൺ. അതുപോലെ തന്നെ ലാസ്റ്റ് യു ക്യാൻ സി. സോ ബേസിക്കലി എന്താണ്, ദിസ് ഹോൾ തിങ് ഇസ് വാട്ട്, ദിസ് ഹോൾ തിങ് ഇസ് 0. അതുപോലെ അടുത്ത എന്താണ്, ദ ഹോൾ തിങ് ഇസ് 1. ഓക്കെ, അതുപോലെ തന്നെ സോ ഓൺ ടിൽ 9. സോ 0 to 9 എന്തായിരിക്കും, ടോട്ടൽ 10 നമ്മൾ ലൊക്കേറ്റ് ചെയ്തു, റൈറ്റ്? ഇതിന് നമ്മൾ എന്ത് പറയും, സ്പാർസ് എന്ന് പറയും. ഇത് ഒരു സ്ട്രക്ചറിന്റെ അറേ ആണ്. മൂവിങ് ഓൺ, k ഈസ് ഈക്വൽ ടു 0. k എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടി നമ്മൾ ഡിക്ലെയർ ചെയ്തു. അതിന്റെ വാല്യൂ നമ്മൾ എന്തിട്ട് കൊടുത്തു, 0 ഇട്ട് കൊടുത്തു. ഓക്കെ, ഇത് ഈ കോഡ്സ് എല്ലാം കണ്ടിന്യൂസ് ആണ്. ഇവിടെ എനിക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ വാല്യൂസിൽ non-zero വാല്യൂ എന്താന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നു. ആ non-zero വാല്യൂസ് നമ്മൾ ട്യൂപ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ റോസ് 3 ആയിരുന്നു, റൈറ്റ്? യു ക്യാൻ സി റോസ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ റോസ് വാസ് 3 ആൻഡ് കോളവും നമ്മൾ എന്താണ് 3 ആണ്. കാരണം നമ്മൾ 3 by 3 മാട്രിക്സ് ആണ് കൊടുക്കുന്നത്.
Okay, so you will have two for loops. ഇതേപോലെ സപ്പോസ് ഐ ജെ ഞാൻ ഇവിടെ ജസ്റ്റ് ഐ ആൻഡ് ജെ. ഐ 0 ആണ്, ജെ എന്താണ്, ജെയും 0 ആണ്. Now if matrix ij, so matrix ij എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, മാട്രിക്സ് ഐ എന്താണ് 0 ആണ്, ജെയും അതുപോലെ 0 ആണ്. സോ 0,0. സോ യു ക്യാൻ സി നമ്മുടെ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു, റൈറ്റ്? ഇനീഷ്യലി നമ്മൾ എന്താ, സോ മാട്രിക്സ് 0,0 എന്തായിരുന്നു, നമ്മുടെ 0 ആണ്. ഓക്കെ, സോ യു ക്യാൻ സി ഇഫ് മാട്രിക്സ് 0,0, ഇപ്പോഴത്തെ പൊസിഷൻ എന്താണ്, ഐ 0 ആണ്, ജെ 0 ആണ്. സോ 0,0 അത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രം ഇഫിന്റെ ഉള്ളിൽ പോയാൽ മതി, അല്ലെങ്കിൽ ഇഫിന്റെ ഉള്ളിൽ പോകണ്ട. കാരണം അത് നോൺ 0 ആണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിനെ സ്റ്റോർ ചെയ്താൽ മതി. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ 0,0 ഈസ് ഈക്വൽ ടു ഇതെന്താണ്, 0 ആണ്. സോ ഇറ്റ് ഈസ് 0. സോ വിൽ നോട്ട് ഗോ ഇൻ ടു ദി ഇഫ് ബ്ലോക്ക്. ഓക്കെ, സോ യു ക്യാൻ സി ഇത് 0 അല്ല, റൈറ്റ്? 0,0 ഇത് 0 അല്ല. അതുകൊണ്ട് എന്താണ്, ഇവിടെ തന്നെ അബോട്ട് ആവും, തിരിച്ച് മുകളിൽ ഇവിടെ തന്നെ പോവും. ആൻഡ് ജെ ബിക്കംസ് വാട്ട്, ജെ ബിക്കംസ് 1. യു ക്യാൻ സി. അപ്പൊ നമുക്ക് ഇവിടെ ഇതിനെ അപ്ഡേറ്റ് ചെയ്യാം. ജെ ബിക്കംസ് 1. ഓക്കെ, സോ ജെ ലെസ് ദാൻ കോൾ എന്തായിരുന്നു, 3 ആയിരുന്നു, റൈറ്റ്? കണ്ടീഷൻ ട്രൂ, താഴെ വന്നു. സോ മാട്രിക്സ് ഐ ഇപ്പൊ എന്താണ്, 0 ആണ്, റൈറ്റ്? 0 ആൻഡ് ജെ ഈസ് 1, റൈറ്റ്? സോ 0,1 എന്താണ്, അഗെയിൻ 0 ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0 അല്ല, റൈറ്റ്? എന്താണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ എന്താണ് കണ്ടീഷൻ, ഇതിന്റെ അകത്തോട്ട് പോകത്തില്ല, വീണ്ടും മുകളിലോട്ട് പോകും, റൈറ്റ്? സോ ജെ ബിക്കംസ് വാട്ട്, ജെ ബിക്കംസ് 2. ഐ എന്തായിരുന്നു, 0 തന്നെയായിരുന്നു. സോ 0,2, റൈറ്റ്? സോ ജെ എന്തായിരിക്കും, 2 ആയിരിക്കും. സോ 0,2 എന്താണ്, 5 ആണ്. യു ക്യാൻ സി 0,2 എന്ന് പറഞ്ഞ പൊസിഷൻ എന്താണ്, 5 ആണ്. സോ 0,2 നോട്ട് ഈക്വൽ ടു 0, കണ്ടീഷൻ ട്രൂ, എന്തായി, അകത്തോട്ട് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്, സ്പാർസ് കെ എന്തായിരുന്നു നമ്മുടെ, യു ക്യാൻ സി കെ വാസ് 0. സോ സ്പാർസ് 0.row, യു ക്യാൻ സി സ്പാർസ് 0 എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും മുഴുവനാണ്, സ്പാർസ് ആണത്. സ്പാർസ് 0 എന്ന് പറയുമ്പോൾ ഇത് മൊത്തം നമ്മൾ നേരത്തെ കണ്ടു, 0 എന്ന് പറയുമ്പോൾ ഈ മുഴുവൻ കാര്യങ്ങളാണ് 0. അതിന്റെ റോ യു ക്യാൻ സി, ഇത് റോ ആണ്, ഇത് കോളം ആണ്, ഇത് വാല്യൂ, ഇതിന്റെ റിപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. സോ ഫസ്റ്റ് തിങ് വുഡ് ബി റോ. സോ നമ്മൾ എന്താണ്, നോൺ 0 വാല്യൂ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പാർസ് 0.row. റോ എന്ന് പറയുമ്പോൾ ഈ പൊസിഷൻ ആണ്, അതിൽ എന്ത് ചെയ്യും, ഐ. നമ്മൾ നേരത്തെ ട്യൂപ്പിൾ പൊസിഷൻ നോക്കിയായിരുന്നു, റോ ഫോളോഡ് ബൈ കോളം ഫോളോഡ് ബൈ വാല്യൂ. സോ 0, റൈറ്റ്? ദെൻ എന്താണ്, ജെ. നമ്മൾ ഏത് പൊസിഷനിലാണ്, J2ലാണ് നമ്മൾ ഈ പൊസിഷൻ. സോ J2 ആണ്. സോ അതെവിടെ പോവും, സ്പാർസ് കെ, സ്പാർസ് 0.call, ദാറ്റ് ഈസ് നെക്സ്റ്റ് പൊസിഷൻ 2 ഇവിടെ, റൈറ്റ്? ദെൻ അടുത്ത എന്താണ്, വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, ദിസ് പൊസിഷൻ ഈസ് വാല്യൂ, അതായത് ഈ 0യിൽ ഇതായിരിക്കും പൊസിഷൻ. സോ അതിലെന്ത് വരും, മാട്രിക്സ് ഐ ജെന്റെ വാല്യൂ എന്താണ്, ഐ ജെയുടെ 5. സോ മാട്രിക്സ് ഐ ജെ എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ 5 ആണ് അതിന്റെ വാല്യൂ. സോ ഇറ്റ് കംസ് 5 ഓവർ ഹിയർ. സോ സ്പാർസ് കെ ഡോട്ട് വാല്യൂല് എന്ത് വരും, 5 വരും. സോ യു ക്യാൻ സി, അപ്പൊ നമ്മുടെ നോൺ 0 വാല്യൂ ആയ 5ന്റെ ട്യൂപ്പിൾ റിപ്രസെന്റേഷൻ നമ്മൾ ആദ്യം കെ ഈസ് ഈക്വൽ ടു 0th പൊസിഷനിൽ കൊടുത്തു, റൈറ്റ്? സോറി, സ്പാർസ് കെ, സ്പാർസിന്റെ 0th ലൊക്കേഷനിലോട്ട് നമ്മൾ കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, കെനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. സോ കെ ബിക്കംസ് 1. I have written it down. So k becomes what, 1. Okay, so j ന്റെ പൊസിഷൻ എന്തായിരുന്നു, 2 ആയിരുന്നു. ഇത് k എന്താക്കി, നമ്മൾ 1 ആക്കി. സോ അഗെയിൻ എന്ത് ചെയ്യും, നമ്മൾ jth പൊസിഷനിലോട്ട് പോകും. j ന്റെ വാല്യൂ എന്തായിരിക്കും, ഇറ്റ് ബിക്കംസ് 3, റൈറ്റ്? j ന്റെ വാല്യൂ എന്താവും, 3 ആവും. 3 ലെസ് ദാൻ 3, കണ്ടീഷൻ ഫോൾസ് ആയി. കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ നമ്മൾ എന്താണ്, ഈ ഫോർ ലൂപ്പിൽ നിന്ന് പുറത്തു വരും. ദെൻ വി മൂവ് ടു ദിസ് ഔട്ടർ ലൂപ്പ്, റൈറ്റ്? അപ്പൊ ഐന്റെ വാല്യൂ ഇനി എന്താവും, ഐ ഒന്നും കൂടെ ഇൻക്രിമെന്റ് ആവും, ഐ ബിക്കംസ് 1, റൈറ്റ്? സോ ഐ ബിക്കംസ് 1. ഐ ലെസ് ദാൻ റോസ് എന്തായിരുന്നു, 3 ആയിരുന്നു, കണ്ടീഷൻ ട്രൂ, താഴെ വന്നു. ദെൻ ജെ വീണ്ടും 0 to 3 വരെ പോവും. ദാറ്റ് മീൻസ് ഐ 0യിൽ നിന്നും നമ്മൾ എങ്ങോട്ടേക്ക് വന്നു, 1ലോട്ട് വന്നു, റൈറ്റ്? ഇനി ഐ 1ൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, J0 to ഇവിടം വരെയും 0, 1, 2 വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാവേഴ്സ് ചെയ്യുന്നു. സോ ഫോർ എവറി റോ നമ്മൾ എന്ത് ചെയ്യുന്നു, കോളം 0 to 2 വരെയും ട്രാവേഴ്സ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? സോ ജെ എന്തായിരിക്കും, 0 ആണ്.
നമ്മുടെ റോ എന്ന് പറയുമ്പോൾ എന്താണ്, യു ക്യാൻ സി 1 ആണ്. ഓക്കെ, സോ അതേപോലെ നമ്മൾ എന്ത് റിപ്പീറ്റ് ചെയ്യും. സോ മാട്രിക്സ് ഐ എന്താണ് 1 ആണ്, റൈറ്റ്. സോ ഐ ഈസ് 1. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് അതിനെ ഇറേസ് ചെയ്യാം. സോ ഐ ഈസ് 1, യു ക്യാൻ സി ഐൻ്റെ വാല്യൂ എന്താണ് 1 ആണ്. ആൻഡ് ജെ ഈസ് വാട്ട് 0. സോ 1 0 എന്തായിരിക്കും 1 0 ഇസ് നോട്ട് ഈക്വൽ 1 0 ഇസ് വാട്ട് 0. അഗൈൻ എന്താണ്, ഇതിൻ്റെ ഉള്ളിലോട്ട് പോകത്തില്ല, ഇഫിൻ്റെ ഉള്ളിൽ പോവില്ല, റൈറ്റ്. എന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും മുകളിലോട്ട് പോവും, ജെയിലോട്ട് വരും. ജെയിൻ്റെ വാല്യൂ എന്താവും 1 കൂടും. സോ ജെ ബിക്കംസ് 1. സോ നമ്മുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണ് 1 1 ദിസ്, റൈറ്റ്. അഗെയിൻ 0 അല്ല 0 ആണ്. സോ ഇറ്റ് വോണ്ട് ഗോ ഇൻസൈഡ്, റൈറ്റ്. പിന്നെ മുകളിലോട്ട് പോവും. അഗെയിൻ ജെ ബിക്കംസ് വാട്ട് 2, റൈറ്റ്. j becomes 2. so 1 2 എന്താണ് again 0 and you can see over here. so again ഇതിന്റെ ഉള്ളിലോട്ട് പോകത്തില്ല, right. so j becomes again മുകളിലോട്ട് പോകും, j becomes 3. so 3 less than 3 condition false ആവും. എന്താണ്, പിന്നെ പുറത്ത് ഔട്ടർ ലൂപ്പിലോട്ട് പിന്നെ പോകും. so I becomes in this case 2. so ഇവിടെ വരും I, right. so I is 2, right. എന്നിട്ട് again ij. സോ ഐ എന്തായിരിക്കും 2 ആയിരിക്കും. ജെ വീണ്ടും റിപ്പീറ്റ് ആവും. ഐ ബിക്കംസ് 2, റൈറ്റ്. സോ 2 ലെസ് ദാൻ 3 കണ്ടീഷൻ ട്രൂ ആണ്. ജെ വീണ്ടും 0 മുതൽ റിപ്പീറ്റ് ആവും. സോ ജെ ബിക്കംസ് 0. യു ക്യാൻ സി 2. ദെൻ ഇത് മുഴുവൻ വീണ്ടും ഇത് മുഴുവൻ വീണ്ടും റിപ്പീറ്റ് ആവും. സോ ഫോർ ഐ ഈക്വൽ ടു 2 ജെ ഇസ് ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ 3 കണ്ടീഷൻ ട്രൂ താഴെ വരും. സോ മാട്രിക്സ് ഐ എന്താ ഇപ്പോൾ 2 ആണ്, ജെ എന്താണ് 0 ആണ്. സോ 2 0 പൊസിഷൻ എന്താണ് 0 ആണ്, ഇതിൻ്റെ അകത്തോട്ട് പോകത്തില്ല. വീണ്ടും എന്താണ് മുകളിലോട്ട് പോവും, ജെ ബിക്കംസ് 1. സോ ദ ഐ ഈസ് 2 ഓൺലി. സോ ജെ ബിക്കംസ് വാട്ട് 1. സോ 2 1 പൊസിഷൻ എന്താണ് 9 ആണ്, റൈറ്റ്. നൗ 9 ആണ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ഗോ ഇൻസൈഡ് ബിക്കോസ് ഇറ്റ് ഈസ് നോൺ സീറോ ഇൻ നേച്ചർ. സോ സ്പാർസ് കെ ഡോട്ട്. ഇനി നമുക്ക് അതിനെ റിപ്രസെന്റ് ചെയ്യണം. 9 എന്ന് പറയുമ്പോൾ നോൺ സീറോ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിനെ റിപ്രസെന്റ് ചെയ്യണം. സോ സ്പാർസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതാണ്, റൈറ്റ്. സോ സ്പാർസ് കെ എന്തായിരുന്നു ഇപ്പോൾ നമ്മുടെ 1 ഡോട്ട് റോ 1, റൈറ്റ്. ഈ സ്പേസിലോട്ട് വന്നു. 1 ഡോട്ട് റോ എന്ന് പറയുമ്പോൾ ഇതാണ്. അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ഐന്റെ പൊസിഷൻ. വാട്ട് ഈസ് ഐ പൊസിഷൻ, ഒബ്വിയസ്ലി 2, റൈറ്റ്. അടുത്ത എന്താണ് ജെയിന്റെ പൊസിഷൻ. ജെയിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണ് 1. സോ 1 ഇവിടെ വരും. ദെൻ സ്പാർസ് 1 ഡോട്ട് വാല്യൂ എന്തായിരിക്കും, അതിന്റെ വാല്യൂ വാട്ട് ഈസ് ഇറ്റ് 9, റൈറ്റ്. ദെൻ കെന്റെ വാല്യൂ എന്ത് ചെയ്യും, ഒന്നും കൂടെ കൂട്ടും. സോ ദ കറന്റ് വാല്യൂ ഓഫ് കെ ഈസ് 2, റൈറ്റ്. എന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും മുകളിലോട്ട് പോകും, ജെയിലോട്ട് പോകും, റൈറ്റ്. ജെയിലോട്ട് പോകുമ്പോൾ ജെ എന്താവും 3 ആവും. 3 ലെസ് ദാൻ 3 കണ്ടീഷൻ ഫാൾസ്. വീണ്ടും നമ്മൾ എന്താണ് മുകളിലോട്ട് പോകും. ഇവിടെ ഐ ഈക്വൽ ടു ഐ എന്താവും 3 ആവും. 3 ലെസ് ദാൻ 3 കണ്ടീഷൻ ഫാൾസ് ആവും. നമ്മൾ ഈ മുഴുവൻ 2 ഫോർ ലൂപ്പിൻ്റെയും പുറത്ത് വരും. ഇപ്പം 2 ലൂപ്പിൻ്റെയും പുറത്ത് വന്നതിന് ശേഷം എന്തായിരിക്കും നമ്മുടെ വാല്യൂസ്. നൗ യു ക്യാൻ സി 0th പൊസിഷനിൽ എന്താണ് ആൻഡ് 1 പൊസിഷനിൽ നമ്മുടെ നോൺ സീറോ വാല്യൂസ് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഓൾറൈറ്റ്. സോ കെയിൻ്റെ വാല്യൂ എന്താണ് 2 ആണ്. സോ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ഈ മാട്രിക്സിൽ എന്താണ് 2 വാല്യൂസ് ആണ് വിച്ച് ആർ നോൺ സീറോ ഇൻ നേച്ചർ. അതിന് നമ്മൾ എന്ത് ചെയ്തു, റീപ്രസെന്റ് ചെയ്തു. ഇതെന്താണ് ഒരു ടപ്പിൾ ആണ്. അടുത്ത എന്താണ്, ദിസ് ഇസ് അനദർ ട്യൂപ്പിൾ, അല്ലെങ്കിൽ ട്യൂപ്പിളോ ടപ്പിൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ പറയാം. ഓൾറൈറ്റ്. സോ ഇത് നമ്മൾ എന്ത് ചെയ്തു, ട്യൂപ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് സിംപ്ലി പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവാണ്. ഓൾറൈറ്റ്. സോ സിനാരിയോ എന്താണ്, ഇതാണ് സിനാരിയോ. കെന്റെ വാല്യൂ എന്താണ് 2 ആണ്. ആൻഡ് നമ്മുടെ എലിമെന്റ് സ്പാർസിൽ എന്തൊക്കെയുണ്ട്, സി യു ക്യാൻ സി 2 ടപ്പിൾസ്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പ്രിന്റ് എഫ്. സോ നമ്മുടെ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും, പ്രിന്റ് എഫ് സ്പാർസ് മെട്രിക് റിപ്രസെന്റേഷൻ. സോ ഇൻ ദി ഔട്ട്പുട്ട് സ്ക്രീൻ യു വിൽ സീ സംതിങ് ലൈക്ക് ദിസ്, സ്പാർസ് മെട്രിക്സ് റിപ്രസെന്റേഷൻ. ദെൻ പ്രിന്റ് എഫ് റോ കോളം വാല്യൂ. അതെങ്ങനെയായിരിക്കും, യു ക്യാൻ സി റോ കോളം വാല്യൂ അതുപോലെ പ്രിന്റ് ആവും. ദെൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഐ ഇസ് ഈക്വൽ ടു 0. നമ്മൾ ഇതിനെ റിപ്പീറ്റ് ചെയ്യുവാണ്, റൈറ്റ്. എവിടം വരെയും പോവുക അതിനെ മുഴുവൻ എടുത്തിട്ട് പ്രിന്റ് ചെയ്യാൻ പോവാണ്. സോ ഐ ഇസ് ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ കെ, റൈറ്റ്. സോ കെന്റെ വാല്യൂ ഇപ്പോൾ മാക്സിമം എന്താണ് 2 ആണ്. സോ പ്രിന്റ് എഫ് %d ഐ ആം നോട്ട് ഗോയിങ് ടു ദ ഡീറ്റെയിൽസ് ഓഫ് സി പ്രോഗ്രാമിംഗ്. സോ എന്താ ചെയ്യാൻ പോകുന്നത്, സ്പാർസ് ഓഫ് ഐ എന്താണ് ഇവിടെ 0 ആണ്. സ്പാർസ് ഓഫ് 0 ഡോട്ട് റോ എന്താണ്, 0 ഡോട്ട് റോ എന്താണ് 0 ആണ്, റൈറ്റ്. 0 ഡോട്ട് കോളം എന്താണ് 2 ആണ്.
ആൻഡ് 0 ഡോട്ട് വാല്യൂ എന്താണ് 5 ആണ്, റൈറ്റ്. അതുപോലെ തന്നെ സോ യു ക്യാൻ സി 0 2 5 പ്രിന്റ് ആവും. ദെൻ എന്താണ് വീണ്ടും മുകളിലോട്ട് പോകും, ഐന്റെ വാല്യൂ എന്താവും 1 ആവും. 1 is less than 2 കണ്ടീഷൻ ട്രൂ. ദെൻ എന്താണ് താഴെ വന്നു സ്പാർസ് ഓഫ് 1 ഐ എന്താണ് 1 ഡോട്ട് റോ എന്താണ് 2 ആണ്. ദെൻ 1 ഡോട്ട് കോളം എന്താണ് 1 ആണ് ആൻഡ് 1 ഡോട്ട് വാല്യൂ എന്താണ് 9 ആണ്. അത് താഴെ നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിലും അതും പ്രിന്റ് ആവും. ദെൻ എന്താണ് വീണ്ടും മുകളിലോട്ട് പോയി ഐ ബിക്കംസ് I becomes 2, right? So 2 is less than 2 condition false. 2 is less than 2 condition false I. Then we will move out from this for loop. എന്താണ് return 0, the program is finished. So നമുക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്പാർസ് മെട്രിക്സിന്റെ റീപ്രസെന്റേഷൻ, ട്യൂപ്പിൾ റീപ്രസെന്റേഷൻ എങ്ങനെയാണ് അതിലൊരു ചെറിയൊരു ഇംപ്ലിമെന്റേഷൻ കൂടെ നമ്മൾ നോക്കി. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ സ്പാർസ് മെട്രിക്സും അതിൻ്റെ റീപ്രസെന്റേഷനും ട്യൂപ്പിൾ റീപ്രസെന്റേഷൻ സ്പെഷ്യലി എന്താണെന്നുള്ള കാര്യം മനസ്സിലായി കാണും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് comment in the comment box. So see you in the next video. Thank you for watching.